ഈ വിഷയങ്ങൾ നിങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. 22.79 ലക്ഷം പേർ എഴുതിയ എക്സാം പേപ്പർ 30 ലക്ഷം രൂപക്ക് വിറ്റു. മെയ് 3, 2026 നീറ്റ് UG പരീക്ഷ. എന്നാൽ അതിന്റെ ഒരാഴ്ച മുമ്പ് ഏപ്രിൽ 26 പേപ്പർ ചോർന്നു. രാജസ്ഥാനിലെ 2 സഹോദരന്മാർ ഗുഡ്ഗാവിലെ ഒരു ഡോക്ടറിൽ നിന്ന് 30 ലക്ഷം രൂപക്ക് പേപ്പർ വാങ്ങി. അതായത് ഡോക്ടർ 10 ലക്ഷത്തിന് ഒരു മഹാരാഷ്ട്രക്കാരന് നൽകി, ആ മഹാരാഷ്ട്രക്കാരന് 15 ലക്ഷത്തിന് ഒരു ഗുഡ്ഗാവുകാരന് നൽകി, ആ ഗുഡ്ഗാവുകാരന് 30 ലക്ഷത്തിന് രാജസ്ഥാൻ മാഫിയക്ക് കൊടുത്തു. അതായത് ഒരു പേപ്പറിന്റെ ലാഭം 3 ഇരട്ടി. കോച്ചിങ് ഹബ്ബായ സിൽക്കർ വഴിയാണ് 410 ചോദ്യങ്ങൾ അടങ്ങിയ ഗസ് പേപ്പർ എന്നുള്ള ഒരു രീതിയിലാണ് ഇതിനെ വിൽക്കുന്നത്. അതിൽ 120ഓളം ക്വസ്റ്റ്യൻസ് നീറ്റ് ഒറിജിനൽ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് യാതൊരു സംശയവും തോന്നിയില്ല. പിന്നെ കാര്യങ്ങൾ ഓടുന്നത് പ്രൈവറ്റ് മാഫിയ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് പ്രൈവറ്റ് മാഫിയ. അതിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ തന്നെ 5000 രൂപ മുതൽ 30,000 രൂപ വരെ വേണം. ടെലിഗ്രാം വഴിയും 700-ലധികം കുട്ടികൾക്ക് ഈ ഒരു ഗസ് പേപ്പർ എന്നുള്ള പേരിൽ ഓടുന്ന ഈ പേപ്പർ ലഭിച്ചു. 6 സംസ്ഥാനങ്ങളിൽ ഇത് വ്യാപകമായി പ്രചരിച്ചു: മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹരിയാന, ബീഹാർ, കേരളം, ഉത്തരാഖണ്ഡ്. പിന്നെ ഇത് കേരളത്തിൽ ലീക്ക് ആവുന്നത് സിൽക്കറിൽ നിന്ന് കേരളത്തിൽ MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ പേപ്പർ 30,000 രൂപക്ക് വിറ്റു. അവനത് അവൻ്റെ അച്ഛന് ഷെയർ ചെയ്തു. ഒരു ഹോസ്റ്റൽ നടത്തിപ്പുകാരനായ അവൻ്റെ അച്ഛന് ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും അത് കൊടുത്തു. അവിടെ നിന്നാണ് ഈ ലീക്ക് തുടങ്ങുന്നത്. സെലക്ഷൻ ഫസ്റ്റ് പേ ലൈറ്റർ, അതായത് ആദ്യം സെലക്ഷന് പിന്നെ പണം തന്നാൽ മതി. ഇതായിരുന്നു ഈ ഒരു മാഫിയയുടെ സ്ട്രാറ്റജി. 5 ലക്ഷം മുതൽ 30 ലക്ഷം വരെ അവരിതിന് ഫീസായി ഈടാക്കി. ആർക്കാണ് നഷ്ടം? നഷ്ടം മാഫിയക്കല്ല, 22.79 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട സാധാരണ വിദ്യാർത്ഥികൾക്ക്. 4 മണിക്ക് എഴുന്നേറ്റിട്ട് 2 വർഷം പഠിച്ചത് വേസ്റ്റ്. 30 ലക്ഷം കൊടുത്തവർ ഡോക്ടറായി. CBI എന്ത് ചെയ്തു? 5 പേർ അറസ്റ്റിൽ, 24 പേര് നിരീക്ഷണത്തിൽ. പരീക്ഷ റദ്ദാക്കി, വീണ്ടും നടത്തും. എന്ത് സംഭവിച്ചു? 20ഓളം വിദ്യാർത്ഥികൾ ഈ വർഷം മാത്രം ആത്മഹത്യ ചെയ്തു. ഒരു നിമിഷം ഈ വഞ്ചനയ്ക്ക് ഇരയായിരുന്നത് നിങ്ങളുടെ സഹോദരങ്ങളോ സഹോദരിയോ നിങ്ങളുടെ സ്വന്തം മക്കളോ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് സഹിക്കുമോ? ഇല്ല.